ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇറച്ചിക്കറിയുടെ അത്രയും തന്നെ രുചി വരുന്ന ഒരു കിഴങ്ങ് കറി ഉണ്ടാക്കാം. അതിനായി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കിഴങ്ങ് അധികം വെള്ളം ഒഴിക്കാതെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ആ സമയം നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പം അതിൽ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും, അതോടൊപ്പം തന്നെ പച്ചമുളകും, കരിയാപ്പില ഉണ്ടെങ്കിൽ കരിയാപ്പിലയും സവോളയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് വഴന്ന് കിട്ടും. ഇതൊന്ന് വഴന്നു വരുമ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മസാലയ്ക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നതിന് ചൂടാക്കിയെടുക്കാം. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഈ അരപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് അവസാന ഘട്ടമായ കുറച്ച് ഗരം മസാലയും മല്ലിയിലയും കൂടെ വിതറിക്കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ കിഴങ്ങ് കറി റെഡി. താങ്ക് യു.